അങ്ങനെ നമ്മുടെ മുഖ്യമന്ത്രി കെ റൈസ് ഉദ്ഘാടനം ചെയ്തു. പക്ഷേ കെ കടകളിലൊന്നും അരി വന്നിട്ടില്ല. അത് എന്ത് സാധനവും അങ്ങനെ ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞാൽ അത് നടക്കില്ല. അത്രയ്ക്ക് കൈവർക്കത്താണ് ആ മനുഷ്യന്. എന്തൊരു കഷ്ടമാണ്. അരിയില്ലെങ്കിൽ പിന്നെ ഉദ്ഘാടനം ചെയ്യുന്നത് എന്തിനാ? ഞാനും അത് ടി വിയിൽ കണ്ടു. ഉദ്ഘാടനം ഇപ്പോൾ നടക്കുന്നു, അരി താമസിയാതെ വരും. ശരി, വന്നു കഴിഞ്ഞ് ഉദ്ഘാടനം ചെയ്താൽ മതിയല്ല. ഇത്ര വെപ്രാളം എന്തിനാണ്? ഇലക്ഷൻ വിജ്ഞാപനം വന്നാലോ? ഇലക്ഷൻ വിജ്ഞാപനം വന്നു കഴിഞ്ഞാലും കെ റൈസ് വിൽക്കാൻ ഇങ്ങനെ കുഴപ്പമില്ല. ഉദ്ഘാടനം പറ്റത്തില്ല. ഉദ്ഘാടനം ചിലപ്പോൾ പറ്റില്ലായിരിക്കാം, പക്ഷേ ഇത് വിൽക്കാം, നിങ്ങൾക്ക് അരി വിൽക്കാം. എനിക്കിപ്പോഴും മനസ്സിലാവാത്തത് ഈ കെ റൈസ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത് എന്തിനാണ്? സപ്ലൈകോയിൽ നേരത്തെ മുതൽ അരി വിറ്റുകൊണ്ടിരുന്നതാണ്. അതുപോലെ അങ്ങ് വിറ്റാൽ പോരെ. എന്തിനാ ഈ കെ റൈസ് എന്നൊക്കെ പറഞ്ഞ് പുതിയൊരു പേര്? കേരളയിൽ വരും എന്ന് പറഞ്ഞു. സഞ്ചരിക്കാനാവില്ല. കെ ഫോൺ ആളുകൾ പറയുന്നു, കെ ഫോൺ ഉണ്ട്, വിളിക്കാൻ പറ്റില്ല. ശമ്പളം ഉണ്ടായിരുന്നു, പക്ഷേ ആളുകളുടെ അനുഭവം തൊടാൻ പറ്റില്ലായിരുന്നു. ഇപ്പം അത് കൊടുത്ത് തീർന്നോ ശമ്പളം? ആർക്കറിയാം. അതാണ് ഇതിൻ്റെ രസം. പക്ഷേ മിണ്ടൂല്ലല്ലോ. ഞങ്ങളുടെ സർക്കാർ ഞങ്ങൾക്ക് ശമ്പളം തന്നില്ലെങ്കിൽ നിങ്ങൾക്കെന്താ? അല്ലെ, ഇതല്ലാത്ത കുറേ എണ്ണം ഉണ്ടല്ലോ അവിടെ. ഈ ഇടതുപക്ഷം അല്ലാത്ത കുറേ എണ്ണം ഉണ്ടല്ലോ, അവരെങ്കിലും മിണ്ടണ്ടേ? സമരം ഒരു ദിവസമൊക്കെ നടക്കുന്നുണ്ടാവും. ഞാൻ പറയുന്നത് ഇത് വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്താണെന്ന് കൃത്യമായിട്ട് ആർക്കും വലിയ ധാരണയൊന്നുമില്ല. ഇപ്പോൾ ഈ കെ റൈസ് വരാൻ കാര്യം എന്താ? ഭാരത് റൈസ് അങ്ങനെ ഇറക്കി. ഈ അവരുടെ നാഫെഡ് എന്നൊക്കെ പറയുന്ന ഔട്ട്ലെറ്റ് വഴി അവരവരുടെ കാര്യം നടത്താൻ തുടങ്ങി കേന്ദ്രം. കാരണം ഇവരേതായാലും ഇത് ചെയ്യില്ല. സപ്ലൈകോ എന്നൊക്കെ പറയും, അതിനകത്ത് ഒരു ചുക്കുമില്ല. 13 ഇനം അവശ്യ സാധനങ്ങൾ 2-3 മാസമായി കേരളത്തിലെ പ്രതിപക്ഷവും മാധ്യമങ്ങളും ഒക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവിച്ചത് എന്താ? ഇവർ വാങ്ങുന്നത് തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നൊക്കെയാണ്. അവിടെ നിന്ന് കടം വാങ്ങിച്ച് മാക്സിമം കടം വാങ്ങിച്ചു. അവരിപ്പോൾ പറയുന്നത് നിങ്ങളൊരു 3 മാസം നിങ്ങൾ വാങ്ങിച്ചതിൻ്റെ ആ കാശെങ്കിലും താ, അല്ലാതെ ഞങ്ങൾ ഇങ്ങനെ കടം വന്നുകൊണ്ടിരിക്കുന്നത് എങ്ങനെ? ഞങ്ങൾക്ക് എവിടെ നിന്നാണ് കാശ്? ഇവർക്കാണെങ്കിൽ 10 പൈസ കൊടുക്കാനുമില്ല. അപ്പോൾ അവർ സപ്ലൈ നിർത്തി. മുളകില്ല, കടലയില്ല, ഉഴുന്നില്ല, ഒന്നുമില്ല. കേരളത്തിൽ ദൈവം സഹായിച്ചത് ഒന്നും ഉണ്ടാക്കുന്നില്ല. വാചകമടി അല്ലാതെ കേരളത്തിൽ ഒരു ഭക്ഷണ സാധനവും നമ്മൾ ആവശ്യമില്ല. തമിഴ്നാട്ടിൽ നിന്ന് കിട്ടുന്നില്ല മന്ത്രി പറഞ്ഞത്. അതെ, കൃഷി എന്തിനാ? അയ്യോ, തമിഴ്നാട്ടിൽ നിന്ന് ഡയറക്റ്റ് പച്ചക്കറി വാങ്ങാൻ പോയതാണ്. പോയ ആളിനെ പിന്നെ കണ്ടിട്ടില്ല ഇതുവരെ. ആ വഴി പോയി. ഒട്ടൻ ക്ഷേത്രത്തിൽ നിന്ന് നേരിട്ട് മറ്റേ തോട്ടത്തിൽ നിന്ന് പോളി പാക്കിലേക്ക് നേരിട്ട് PT ഉഷ ഓടുന്നില്ല തേയിലയും കൊണ്ട്, അതുപോലെ പച്ചക്കറി കൊട്ടയും ചുവന്നുകൊണ്ട് ഓടാൻ നിന്നതാണ്. ഇതുവരെ കാണുന്നില്ല. പിന്നെ ഇപ്പം ഈ അവസ്ഥയിൽ ഇവർ നേരത്തെ അരി വിറ്റുകൊണ്ടിരുന്ന ഇവർക്കത് വിറ്റാൽ പോരെ? പേരിട്ട് പിണറായിയുടെ കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രം സബ്സിഡൈസ്ഡ് റേറ്റിൽ റേഷൻ കടയിൽ അരി കൊടുക്കുന്നു. BPLകാർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു, അല്ലാത്തവർക്ക് ചാർജ് ഇട്ട് കൊടുക്കുന്നു. ഇതൊക്കെ ചെയ്യുന്നു. ഇത് കൂടാതെ ഓപ്പൺ മാർക്കറ്റിൽ വില കുതിച്ചു കയറുന്നു. അരിക്ക് 64 രൂപ 68 രൂപ വരെയൊക്കെയായി കിലോയ്ക്ക് ഓപ്പൺ മാർക്കറ്റിൽ ഇൻ്റർവെൻഷൻ നടത്തി വില കുറയ്ക്കേണ്ടത് സർക്കാരാണ്, സംസ്ഥാന സർക്കാരാണ്. അവരൊട്ട് ചെയ്യുന്നുമില്ല. അപ്പോൾ പിന്നെ കേന്ദ്രം എന്ത് ചെയ്യും? കേന്ദ്രം ഡിസൈഡ് ചെയ്തു നമുക്കിത് ചെയ്യാം, അല്ലെങ്കിൽ ഈ വില ഇങ്ങനെ കുതിച്ച് കയറിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് ഭാരത് റൈസ് എന്ന് പറഞ്ഞിട്ട് 29 രൂപയ്ക്ക് കേന്ദ്രം ഇത് വിതരണം തുടങ്ങിയത്. അപ്പോൾ എന്തായി? പൊതുവിപണിയിലെ കുതിച്ചു കയറ്റം ഒന്ന് കുറഞ്ഞു. നിന്നിട്ടൊന്നുമില്ല. ബട്ട് ഇവരുടെ ഡിസ്ട്രിബ്യൂഷൻ കംപ്ലീറ്റ് ഒന്ന് സ്മൂത്തായി വരണം. മാത്രമല്ല ഈ ഭാരത് റൈസ് കൊടുക്കാൻ അത്ര വലിയ നെറ്റ്വർക്കും ഇല്ല. ഇതിൻ്റെയൊക്കെ ഉദാഹരണമുണ്ടല്ലോ. നമ്മളുടെ ബാൽ താക്കറെയാണ് മഹാരാഷ്ട്രയിൽ. 2 സ്റ്റിർലിംഗ് പേഴ്സണാലിറ്റീസ്. ഒന്ന് അമുൽ കുര്യൻ, വേറൊന്ന് ബാൽ താക്കറെ. അമുൽ കുര്യൻ പാൽ കച്ചവടമായിരുന്നില്ല, പാൽ സൊസൈറ്റിയാണ് അമുൽ. ഇതിനിടയ്ക്ക് ഈ കപ്പലണ്ടി കൃഷിക്കാരുണ്ട് ഗുജറാത്തിലെ. അവർക്ക് 10 പൈസ അവർക്ക് കിട്ടാൻ സമ്മതിക്കില്ല ഇടനിലക്കാർ കാരണം. അവരാകെ വിഷമിച്ചു. ഇപ്പോൾ പഞ്ചാബിലെ ഇടനിലക്കാർ കളിക്കുന്നില്ലേ? ഇതുപോലത്തെ ഇവരൊക്കെ വലിയ കട്ടയന്മാരാണ്, രാഷ്ട്രീയ സ്വാധീനം അത് ഇതൊക്കെയുണ്ട്. ഇതാരോ വന്നിട്ട് കുര്യനോട് പരാതി പറഞ്ഞു, സാർ ഇങ്ങനെ ഇത് ചെയ്യുന്നു. പാലിൻ്റെ ഇടനിലക്കാരുടെ ചൂഷണം കംപ്ലീറ്റ് നിന്നുപോയി കുര്യൻ്റെ അമുൽ കാരണം. അതുകൊണ്ട് ഞങ്ങളെ കൂടെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് കപ്പലണ്ടി കച്ചവടക്കാരാരോ കുര്യനെ സമീപിച്ചു. കുര്യൻ പറഞ്ഞു ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ട്
ഈ കപ്പലണ്ടിയാണ് നമുക്ക് ഗ്രൗണ്ട് നട്ട് ഓയിൽ, റിഫൈൻ ഗ്രൗണ്ട് നട്ട് ഓയിൽ, അത് ധാര എന്നുള്ള പേരിൽ ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു. അമുലിൻ്റെ ടെട്രാ പാക്കിലാക്കിയിട്ട് കുര്യൻ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ തീരുമാനിച്ചു. ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും ഓയിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അവർ പറഞ്ഞു ഞങ്ങൾ ധാര എടുക്കുന്നില്ല, താൻ തലച്ചുമടയായിട്ട് കൊണ്ടുവന്ന് വിറ്റോ, ഞങ്ങൾ നോക്കട്ടെ. അങ്ങനെ ഞങ്ങളെ ഇപ്പോൾ തോൽപ്പിക്കാൻ നോക്കുന്നത് ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. എന്ത് ചെയ്യും? ഇത് ട്രക്കിൽ കയറ്റി കൊണ്ടുപോയി ചെറുതരം കടകളിൽ എത്തണ്ടെങ്കിലല്ലേ ഇത് ചിലവാകുള്ളൂ ജനങ്ങൾക്ക്. കുര്യൻ അറ്റ കൈപ്രയോഗം നടത്തി. ഫോൺ എടുത്തിട്ട് ബാൽ ഠാക്കറെ വിളിച്ചു. ഠാക്കറെ സാബ്, എനിക്കൊരാവശ്യമുണ്ട്, ഇന്നതാണ് സംഭവം. ഇത് കപ്പലണ്ടി കർഷകരുടെ വലിയ ഗതികേടാണ്. ഗുജറാത്തികളാണ് അവർ മറാഠിയല്ല. ഠാക്കറെ പറഞ്ഞു മറാഠിക്കോട്ടെ ഗുജറാത്തിയായിട്ട് എനിക്കെന്താ, നിങ്ങളൊരു കാര്യം ചെയ്യും, ഞാൻ ട്രക്ക് ഏർപ്പാട് ചെയ്യാം ഗുജറാത്തിൽ നിന്ന് മഹാരാഷ്ട്രയിലേക്ക്. എൻ്റെ ശിവസേനയുടെ ആഫീസുകളുണ്ടല്ലോ, അത് നിങ്ങളുടെ ധാരയുടെ ഔട്ട്ലെറ്റായിട്ട് പ്രവർത്തിക്കും. ജനങ്ങൾക്ക് അവിടെ വന്ന് ശിവസേനയുടെ ഓഫീസിൽ വന്നിട്ട് ടെട്രാ പാക്കിൽ എണ്ണ വാങ്ങിച്ചു പോവാം. ഞാൻ ഏറ്റവും ബാൽ താക്കറെ സകല യൂണിറ്റുകൾക്ക് നിർദ്ദേശം കൊടുത്തു, ഇങ്ങനൊരു സാധനമുണ്ട് സാർ, നമ്മൾ പാർട്ടി ഓഫീസിൽ കച്ചവടം ഇത് അവൻ പാട്ടിന് കിടന്ന് ചത്തുകൊണ്ടിരിക്കുകയാണ് കപ്പലുടെ കർഷകൻ. ഈ പാർട്ടി ഓഫീസിൽ ജനങ്ങൾക്ക് മോക്ഷം കിട്ടാനാണ് പറയുന്നത് കേൾക്കണം. ബാൽ താക്കറെ പറഞ്ഞാൽ പിന്നെ അപ്പീലില്ല. അങ്ങനെ ഇത് കുര്യൻ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ മനുഷ്യനാണ് ആപത്തിൽ അവരുടെ രക്ഷയ്ക്കെത്തിയത് കപ്പലിൻ്റെ കർഷകൻ. ഞാനവരെ രക്ഷിക്കാൻ നോക്കി, ഇത് ടെട്രാ പാക്കിൽ വരെ ആക്കാൻ എനിക്ക് പറ്റും, പക്ഷേ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ എനിക്ക് സംവിധാനമില്ല. അപ്പോൾ ബാൽ ഠാക്കറയോട് ഞാൻ ചോദിച്ചു, കാരണം ഒരു കാര്യം പറഞ്ഞാൽ ചെയ്യാനുള്ള തൻ്റെ ഇടമുള്ള മനുഷ്യനാണ് ബാൽ ഠാക്കറെ. ശരിയോ തെറ്റോ ആയിക്കോട്ടെ, പുള്ളിക്ക് ബോധ്യം വന്നു കഴിഞ്ഞാൽ യെസ് ഡൺ. ഇത് കുര്യനും ബാൽ ഠാക്കറയും നടത്തിയ അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഈ എണ്ണക്കച്ചവട ലോബിയുടെ ഈ ഏജൻറ്റ് കളി കാര്യമായിട്ടങ്ങ് കുറഞ്ഞത്. ഇപ്പോഴും ധാര ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് മാർക്കറ്റിൽ. ഉത്തരേന്ത്യയിലൊക്കെ നമ്മുടെ ഇവിടെ ഈ ഗ്രൗണ്ട് ഓയിൽ വളരെ കുറവല്ലേ ഉപയോഗിക്കുന്നില്ല, വളരെ കടുകെണ്ണ പോലും ഇല്ലല്ലോ. ഇല്ല. അപ്പം അതുകൊണ്ട് ഇവിടെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, അവിടെ അത് ചെയ്തതാണ്. ദിസ് ഈസ് ദ വേ ഇറ്റ് ഷുഡ് ബി ഡൺ. ഈ ഇപ്പോൾ BJP തീരുമാനിക്കുക എന്ന് വെച്ചോളൂ, BJPയുടെ ഓഫീസുകൾ വഴി ഭാരത് റൈസ് ഞങ്ങൾ വിതരണം ചെയ്യും. ഹൂ ഈസ് പ്രിവെൻറ്റിങ് യു? നിങ്ങൾ ഇത് അതിൻ്റെ ഏജൻസി നാഫെഡ് അല്ലേ, നാഫെഡിൽ നിന്ന് നിങ്ങൾ പറയുക ഞങ്ങൾക്ക് ഇത്ര പാക്കറ്റ് അതിൻ്റെ കാശ് ഇതേ പിടിച്ചു പോകും, നിങ്ങൾ വാങ്ങിക്കാൻ. യു ഡിസ്ട്രിബ്യൂട്ട് ത്രൂ യുവർ വില്ലേജ് ടു വില്ലേജ്, എല്ലാ സ്ഥലത്തും നിയോജകമണ്ഡലം കമ്മിറ്റി ഓഫീസ് അവിടെ ഇവിടെയൊക്കെ. ദിസ് വാസ് ഡൺ ബൈ ബാൽ ഠാക്കറെ. അങ്ങനെയാണ് ഈ കേരള സർക്കാരിൻ്റെ ഇൻഎഫിഷ്യൻസി പുറത്ത് കൊണ്ടുവരുന്നത്. സ്ട്രഗിൾ എ ലോട്ട്, ഒരുപാട് അധ്വാനിക്കേണ്ടി വരും. പക്ഷേ ഒരിക്കൽ ഈ സർക്കിൾ അങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ അതങ്ങനെ അനുസ്യൂതം നടന്നുകൊണ്ടിരിക്കും. കാരണം അതിൽ തൽപര കക്ഷികളുണ്ടാവും. കാരണം ഇത് വിറ്റ് ഇതിൻ്റെ കമ്മീഷൻ കിട്ടുന്ന ആൾ, ഇത് ചുമട് ലോറിയിൽ നിന്ന് ഇറക്കുന്ന ആൾ, പിന്നെ ഇത് വിൽക്കുമ്പോൾ കിട്ടുന്ന ചില്ലറ കമ്മീഷൻ, ഇവരൊക്കെ ഇതിൻ്റെ ഗുണഭോക്താക്കളായിട്ട് മാറും ആ സിസ്റ്റത്തിൻ്റെ. ആ ഗുണഭോക്താക്കൾ ആ സിസ്റ്റം നിലനിർത്തും. കാരണം എങ്കിലേ അയാൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എന്ത് വില കൊടുത്തും അയാളത് നിലനിർത്തിക്കോളും. പാർട്ടി അതിൻ്റെ പിന്നാലെ പോകണ്ട. ആ സിസ്റ്റം ഒരിക്കൽ തുടങ്ങി കൊടുത്താൽ അതങ്ങനെ നടന്നോളും. പക്ഷേ ഈ കേരളത്തിൽ ഈ അരിയുടെ ഒരു പൊളിറ്റിക്സിൻ്റെ ആവശ്യമുണ്ട്. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് അടുത്ത 5 വർഷത്തേക്ക് സൗജന്യമായി അരി ലഭ്യമാക്കാനുള്ള ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. അത് അനുസ്യൂതം തുടരുന്നുണ്ട്. പിന്നെ കേരള സർക്കാർ എന്തിനാണ് ഈ അരി എന്ന് പറഞ്ഞ ഈ ഡ്രാമ നടത്തുന്നത്? അത് മോദി അതിൻ്റെ മാർക്കടിച്ചുകൊണ്ട് പോകുക. അതുകൊണ്ട് ഭാരത് റൈസ് വല്ലാതെ കയറി അങ്ങ് ക്ലിക്ക് ചെയ്തില്ല. ബട്ട് സ്റ്റിൽ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനിൽ ഇപ്പോഴും പെർഫെക്റ്റ് ആയിട്ടില്ല. ബട്ട് സപ്ലൈകോയ്ക്ക് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കുണ്ട്, സാധനം ഇല്ലെന്നേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഈ റൈസ് ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെക്കാൾ എഫിഷ്യൻ്റായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റും എന്നാണ് ഇവരുടെ വിശ്വാസം. പക്ഷേ ഇവർക്ക് എഫിഷ്യൻ്റ് ആവാൻ പറ്റില്ല, കാരണം ഇവരുടെ കയ്യിൽ കാശില്ല. മനസ്സിലായി? മറ്റത് അമുൽ കുര്യനും ബാൽ ഠാക്കറെയും എന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിൽ കാശുണ്ട്, തൻ്റെ ഇടമുണ്ട്, ചെയ്യണമെന്നുള്ള ആത്മാർത്ഥതയുണ്ട്. ഇതൊന്നും തന്നെ സപ്ലൈകോയ്ക്കില്ല. സപ്ലൈകോ നടത്താത്ത വെട്ടിപ്പുകളൊന്നുമില്ല. കുച്ചുകുത്തിയ കടലയും ചെറുപയറും ഒക്കെ എവിടുന്നെങ്കിലും കൊണ്ടുവന്നിട്ട് പാക്കറ്റിലാക്കി ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ടീമാണ് സപ്ലൈകോ. സപ്ലൈകോയുടെ വിശ്വാസം നശിച്ചു കഴിഞ്ഞു. ഈ സൗജന്യമായിട്ട് കേന്ദ്രം കൊടുക്കുന്ന അരിയുടെ അറിയിപ്പുള്ള പോസ്റ്ററുകൾ
നരേന്ദ്രമോദിയുടെ പടമുള്ളത് റേഷൻ കടകളിൽ സ്ഥാപിക്കണമെന്ന് പറഞ്ഞപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ പറ്റില്ല. പിണറായി വിജയൻ്റെ പടമുള്ള പോസ്റ്ററുകൾ വരുന്നുണ്ട്. വരുന്നുണ്ട് അങ്ങനെ കൊടുക്കുന്നതായിട്ട്. ആര് ചോദിക്കാനാണ്? ഈ സമ്മൺ ഹാസ് ടു ബി ഫിസിക്കലി ആരെങ്കിലും ചോദ്യം ചെയ്യണ്ടേ? ആരെങ്കിലും നരേന്ദ്രമോദിയുടെ ഫ്ലക്സ് കൊണ്ടുപോയി അവിടെ വെക്കണ്ടേ? ബോർഡ് കൊണ്ടുപോയി വെക്കണ്ടേ? കേരളത്തിലെ BJP-ക്കാർക്ക് ഒരു 10,000 പോസ്റ്റർ അടിച്ചിട്ട് നരേന്ദ്രമോദിയുടെ അരി പോസ്റ്റർ ഒന്നും അടിക്കേണ്ട. FCIയുടെ ഗോഡൌണിൽ വന്ന് കിടപ്പുണ്ട്. അതെടുത്ത് അവിടെ കൊണ്ട് വെക്കാമല്ലോ വേണമെങ്കിൽ. ഇലക്ഷൻ ക്യാമ്പയിൻ്റെ ഭാഗം കൂടിയാണിത്. അതൊക്കെ ചെയ്യാവുന്നതാണ്. ബട്ട് പക്ഷേ BJP-ക്കും അവരുടെ പരിമിതികൾ. ഈ ബ്രാൻഡിങ് പറ്റില്ല എന്ന് പറഞ്ഞ ആളുകൾ ഇന്നിപ്പോൾ സ്കൂൾ പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്യുകയാണ്. പ്രിന്റിങ് കഴിഞ്ഞു. സ്കൂൾ പാഠപുസ്തകങ്ങളുടെ വിതരണത്തിനും പിണറായി വിജയൻ്റെ പടം വെച്ചിട്ട് പരസ്യങ്ങളുണ്ട്. ബ്രാൻഡിങ് പാടില്ല. അല്ല, ബ്രാൻഡിങ് പാടില്ല എന്നല്ല പിണറായി വിജയൻ. മോദിയുടെ പാടില്ല. മോദിയുടെ ബ്രാൻഡിങ് എനിക്ക് സമ്മതമല്ല, ഞാനത് ചെയ്യില്ല. എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ. മോദിക്ക് ബ്രാൻഡിങ് നടത്തണമെങ്കിൽ മോദി പ്രത്യേകം ബ്രാൻഡിങ് നടത്തിക്കും. കേരള സർക്കാരിൻ്റെ ചിലവിൽ ഒരു ബ്രാൻഡിങ് വേണ്ട, സർക്കാർ അത് അനുവദിക്കുകയില്ല. അങ്ങനത്തെ ഫ്ലക്സോ സംഗതിയോ ഉണ്ടായി ഞങ്ങൾ വലിച്ചു കുറച്ച് ദൂരെ ഇടും. പകരം എൻ്റെത് മാത്രം ഞാൻ പ്രചരിപ്പിക്കും. എന്നെ വയ്ക്കും. അത് ഇപ്പോൾ തിരഞ്ഞെടുപ്പും കൂടെ അടുത്ത സ്ഥിതിക്ക് എങ്ങനെയും പേരെടുക്കുക, തൻ്റെ ഫെയിലുവേഴ്സ് മുഴുവൻ മറച്ചു വയ്ക്കുക, ഇത് പിണറായി വിജയൻ്റെ ആവശ്യമാണ്. ഇന്നിപ്പോൾ നോക്കിക്കോ, ഹൈക്കോടതിയിൽ നിന്ന് തട്ട് കിട്ടിയിട്ടുണ്ട് KSIDCക്ക്. SFI അന്വേഷണം തുടരാം. ഫൈനൽ ഓർഡർ ആയിട്ടില്ല. ബട്ട് കോടതിയുടെ ഒരു ചോദ്യത്തിന് KSIDCക്ക് മറുപടി പറയാൻ പറ്റുന്നില്ല. കോടതി ചോദിക്കുന്നു, നിങ്ങൾ അന്വേഷണത്തെ ഭയക്കുന്നത് എന്തിനാണ്? അവർ പറഞ്ഞു, SFI അന്വേഷണത്തിലാണ് ഞങ്ങൾ എന്നറിഞ്ഞാൽ ഞങ്ങളുടെ റെപ്യൂട്ടേഷനെ ബാധിക്കും. എന്തൊരു റെപ്യൂട്ടേഷനാണെന്നറിയാം KSIDC. പിന്നെ ഭയങ്കര റെപ്യൂട്ടേഷൻ. അപ്പോൾ അന്വേഷണം ഉണ്ടെന്നുള്ളത് റെപ്യൂട്ടേഷനെ ബാധിക്കുന്നത് എങ്ങനെയാണ്? ഇൻഫാക്ട് അത് ദാറ്റ് ഇറ്റ് സെൽഫ് ഈസ് എ റെപ്യൂട്ടേഷൻ ഫോർ യു, ബിക്കോസ് യു ആർ ഓപ്പൺ ടു എനി എൻക്വയറി. SFI അന്വേഷിക്കും. അന്വേഷിച്ചു. നമ്മുടെ ശങ്കരാടി പറഞ്ഞ പോലെ ഇതാ ഇവിടെ നോക്കിക്കോളൂ, ഇതും കൂടെ നോക്കിക്കോളൂ. അവസാനം അവിടെ മറ്റേ കക്ഷി ഒളിച്ചിരിക്കരുത്. കോടതി ആ പേടിയുണ്ട്. ആ പേടിയുള്ളതുകൊണ്ടാണ് അന്വേഷണം പാടില്ല എന്ന് പറഞ്ഞിട്ട് കോടതി പോകും. ഇപ്പം ഈ വക തിരിച്ചടികളുടെ എല്ലാം നടുക്ക് എങ്ങനെയെങ്കിലും പേരെടുക്കണം LDFന്. എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവരെ ഏതായാലും പാർലമെൻറ്റിൽ പോയി കഴിഞ്ഞാൽ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യണം. ഒരു കാര്യം നമുക്ക് ഉറപ്പാണല്ലോ, CPMന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സീറ്റ്, ഒരെണ്ണം കൂടുതൽ സീറ്റ് കോൺഗ്രസിന് കിട്ടും ലോക്സഭയിൽ. CPM അവിടെ പോയി കഴിഞ്ഞാൽ കോൺഗ്രസിന് സിന്ദാബാദ് വിളിക്കണം, കൈപൊക്കണം. അതെ, ഇതല്ലേ കാര്യമുള്ളൂ. ഇതിനായിട്ട് ഇത്ര വലിയ വെപ്രാളം കാണിക്കേണ്ട കാര്യമുണ്ടോ? വിധിച്ചെടുത്താൽ പോരായിരുന്നോ? മതി. ഞാൻ എത്രയോ കാലമായിട്ട് പറയുന്നു. ആകെ 20 ലോക്സഭാ സീറ്റാണ്, 10 LDF, 10 UDF. കാശ് ലാഭം. ഈ തൊള്ള കീറി വേണ്ടാത്ത പ്രചരണ സംഗതി ഒന്നും വേണ്ട. നിങ്ങൾ സുഖമായിട്ട് ജയിക്കും. കേരളത്തിന് പുറത്താണ് ചെയ്യുന്നത്. തമിഴ്നാട് ഇതാ പണി. അതെ, അവർ കൂട്ടുകാരാണ്. ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് മാത്രമല്ല, നിങ്ങളുടെ പ്രവർത്തകരുടെ എനർജി മറ്റു രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാനും പറ്റും. മറ്റു രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആളെ കൊല്ലുക, ബലാത്കാരം ചെയ്യുക, തുണി അഴിച്ച് തുള്ളുക, ഇതിനൊക്കെ വേണ്ടിയിട്ട് അവരുടെ സമയം വിനിയോഗിക്കാൻ അവർക്ക് പറ്റും. ഇപ്പോൾ അവരെല്ലാം കൂടെ ഇലക്ഷന് വേണ്ടി ഇറങ്ങണ്ടേ? ഇലക്ഷനിൽ തുണി അഴിച്ച് നിന്ന് കഴിഞ്ഞാൽ കിട്ടുകയല്ലേ. അപ്പോൾ അവരെ അവരുടെ സ്വാതന്ത്ര്യത്തിന് നിങ്ങൾക്ക് വിടാൻ പറ്റും. തെരഞ്ഞെടുപ്പ് അവരുടെ ഉത്സവമാണ്. ഇത്രയും കാലം ചെയ്തിരുന്ന ആക്ടിവിറ്റികളിൽ നിന്ന് ഒന്ന് മാറി അതാണ് ദീപസ്തംഭം, മഹാശ്ചര്യം. നമുക്ക് കിട്ടണം പണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.